എല്ലാ വിദ്യാർത്ഥികൾക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ചിത്രം വരയ്ക്കാനും അതുമായി ബന്ധപ്പെട്ട ഡയലോഗ്സ് അതിൻ്റെ കൂടെ ചേർക്കാനുമുള്ള ഒരു വർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്തിട്ട് കുറേ പേർ ഇനിയും അയച്ചു തരാനുണ്ട്. അവരൊക്കെ എത്രയും പെട്ടെന്ന് ആ വർക്കൊക്കെ അയച്ചു തരണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു പാഠഭാഗത്തിലേക്ക് വരികയാണ്. നമ്മൾ പഠിക്കുന്നത് ലോക പ്രശസ്ത കവിമാരായ കബീർദാസിൻ്റെയും റഹീം ഖാൻ്റെയും ദോഹകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ചെറിയ ഭാഗങ്ങളാണുള്ളത്. രണ്ട് ദോഹകളാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഒന്ന് കബീർദാസിൻ്റെ ഒരു ദോഹയും പഠിക്കാണ്ട്, മറ്റൊന്ന് റഹീം ഖാൻ്റെ മറ്റൊരു ദോഹയെ കുറിച്ച്. നമുക്ക് ആദ്യം ഹിന്ദിയിലെ പ്രശസ്ത സാഹിത്യകാരനായ കബീർദാസിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. कबीर हिंदी साहित्य के संत शिरोमणि है. കബീർ ഹിന്ദി സാഹിത്യത്തിലെ സന്യാസി വര്യനാണ്. അതാണ് സന്ത് ശിരോമണി എന്ന് പറയുന്നത്. आपका जीवन काल 15वीं सदी में था. അദ്ദേഹത്തിൻ്റെ ജീവിതം 15ാം നൂറ്റാണ്ടിലായിരുന്നു. आप कवि ही नहीं सामाजिक सुधारक भी थे. അദ്ദേഹം കവി മാത്രമായിരുന്നില്ല, ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടി ആയിരുന്നു. नीरू और नीमा नामक जुलाहे दंपति ने आपका पालन पोषण किया. നീരു നീമ എന്ന് പറഞ്ഞ നെയ്ത്തുകാരായ ദമ്പതിമാരാണ് അദ്ദേഹത്തെ പരിചരിച്ചിരുന്നത്. ആപ്കെ ഗുരു ക നാം രാമാനന്ദ്. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേരാണ് രാമാനന്ദ്. ആപ്കി വാണി ക സംഗ്രഹ ബീജക് കെ നാം സെ പ്രസിദ്ധ. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഇവിടെ വാണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രചനകൾ, ശബ്ദങ്ങൾ, അതൊക്കെ ബീജക് എന്ന് പറഞ്ഞ പേരിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ജിസ്കെ തീൻ ഭാഗെ. ഈ ബീജകിന് തന്നെ 3 പാർട്ടുകളുണ്ട്, 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ പാർട്ട്? സാക്കി, സബദ് ഔർ രമൈനി. സാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട്, രമൈനി, സബദ്, ഇങ്ങനെ 3 പാർട്ടുകൾ. ആപ്കോ ശാന്തിമയ ജീവൻ പ്രിയ. അദ്ദേഹം സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആപ് അഹിംസ, സത്യ, സദാചാർ ആദി ഗുണമൊക്കെ പ്രശംസകത്തെ. അഹിംസയിലും സത്യത്തിലും സദാചാരത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ആര്? ഈ കബീർദാസ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് കബീർദാസിനെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ. 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രധാന കവിമാരിൽ, ലോക പ്രശസ്ത കവിമാരിൽ ഒരാളായിരുന്നു കബീർദാസ്. അപ്പോൾ ദോഹേൻ്റെയൊക്കെ ആശയം എഴുതുമ്പോൾ ഈ 2 ദോഹ തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാനാണ് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആശയം എഴുതുമ്പോൾ ഈ പറഞ്ഞ വ്യക്തിയുടെ കബീർദാസിനെ കുറിച്ചിട്ട് 1-2 കാര്യങ്ങൾ എഴുതിയിരിക്കണം. അതിനാണ് ഇവിടെ പ്രൊഫൈൽ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ദോഹ നോക്കാം. ഇവിടെ പറയും, നോക്കൂ. ബഡാ ഹുവാ തോ ക്യാ ഹുവാ ജൈസെ പേഡ് ഖജൂർ പന്തി കോ ഛായ നാഹിം ഫൽ ലാഗൈ അദ്ദൂർ. 2 വരിയേ ഉള്ളൂ. എന്താണ് ഇവിടെ പറയുന്നത്? ബഡാ ഹുവാ തോ ക്യാ ഹുവാ. വലുതായിട്ട് എന്ത് പ്രയോജനം? വലുപ്പമുണ്ടായിട്ട് എന്ത് പ്രയോജനം? ജൈസെ പേട് ഗജൂർ. ജൈസ എന്ന് പറഞ്ഞ പോലെ, ഈന്തപ്പന മരം പോലെ. ഈന്തപ്പന മരം നല്ല ഉയരത്തിലാണ് അല്ലേ, നല്ല ഹൈറ്റുള്ള മരമാണ്. അതുപോലെ വലുതായിട്ട് എന്ത് കാര്യം? താഴെ നോക്കൂ. പന്തിക്കോ ഛായ നാഹി. പന്തി എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് ഛായ നാഹി. യാത്രക്കാർക്ക് തണല് കിട്ടുന്നില്ല. ഈ മരത്തിന്റെ അടിയിൽ നിന്നാൽ യാത്രക്കാർക്ക് എന്ത് കിട്ടുന്നില്ല? തണല് കിട്ടുന്നില്ല. ഫൽ ലാഗൈ അതിദൂർ. പഴങ്ങളാണെങ്കിലോ ഒരുപാട് ഉയരത്തിലുമാണ്. പഴങ്ങൾ ഒരുപാട് ഉയരത്തിലുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മരം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് മനുഷ്യന്മാരോടും പറയാണ് കബീർദാസ്, വലുപ്പമുണ്ടായിട്ടും വലുതായിട്ട്, ഒരുപാട് വലുതായിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഉപകാരമില്ലെങ്കിൽ ഒരു കാര്യവുമില്ലെന്നാണ് കബീർദാസ് പറയുന്നത് അല്ലേ. ചിലപ്പോൾ സമൂഹത്തിലെ വലിയ സ്റ്റേജുകളിൽ വലിയ അവസ്ഥകളിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ടാവും. പക്ഷെ അവരെ കൊണ്ട് മറ്റാർക്കും പ്രയോജനമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്നാണ് കബീർദാസ് ഈ ദോഹയിലൂടെ പറയുന്നത്. അപ്പോൾ ദോഹ ഒന്നും കൂടി വായിക്കാം. बड़ा हुआ तो क्या हुआ जैसे पेड़ गजूर पंदी को छाया नाहिम फल लागे अधिदूर.
വലുതായിട്ട് എന്ത് പ്രയോജനം? ജയ്സെ പേട് ഗജൂർ, ഈന്തപ്പന പോലെ വലുതായിട്ട് എന്ത് പ്രയോജനം? പന്തിക്കോ ചായ നഹി, യാത്രക്കാർക്ക് യാതൊരു തണലൊന്നും കിട്ടുന്നില്ല. ഫൽ ലാഗെ അതിദൂർ, പഴങ്ങളാണെങ്കിൽ ഒരുപാട് ഉയരത്തിലുണ്ട്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത ആ ഈന്തപ്പന മരം പോലെ നമ്മളെപ്പോലുള്ള മനുഷ്യരാവരുത് എന്നാണ് കബീർദാസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ദോഹന്റെ ആശയം ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതി തരാം. അപ്പം നിങ്ങൾ ഈ ദോഹ വായിച്ചിട്ട് മീനിങ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത മറ്റൊരു പ്രസിദ്ധ കവിയായ റഹീം ഖാനെ കുറിച്ചിട്ടാണ്. ആരാണ് റഹീം ഖാൻ? നോക്കൂ, അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കാം. हिंदी के लोकप्रिय कवियों में रहीम का नाम मुक्त कंठ से लिया जाता है. ലോക പ്രശസ്ത കവിമാരിൽ പ്രധാനപ്പെട്ട കവിമാരിൽ ഒരാളാണ് റഹീം ഖാൻ. ഉൻകാ പൂരാ നാം അബ്ദുൽ റഹീം ഖാൻ ഖാന. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബ്ദുൽ റഹീം ഖാൻ ഖാന എന്നാണ്. പൂരാ നാം എന്ന് പറഞ്ഞാൽ മുഴുവൻ പേര്. അദ്ദേഹത്തിന്റെ ജന്മം 1556 ലാഹോറിൽ, പാകിസ്ഥാനിലുള്ള ലാഹോറിലായിരുന്നു. ओके, आप अकबर बादशाह के संरक्षक बरम खान के पुत्र. അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലുള്ള സംരക്ഷകനായിരുന്ന ബറം ഖാന്റെ പുത്രനാണ് ഈ റഹീം ഖാൻ. റഹീം അക്ബർ കെ ദർബാറോ കെ നവരത്നോ മേ സേ थे. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നവരത്നങ്ങൾ 9 രത്നങ്ങളുണ്ട്. അതിൽ ഒരാളായിരുന്നു ആര്? റഹീം ഖാൻ. അറബ്, തുർക്കി, ഫാർസി തഥാ സംസ്കൃത് കെ ആപ്പ് പണ്ഡിറ്റ്. അറബിയിലും തുർക്കി ഭാഷയിലും ഫാർസി ഭാഷയിലും സംസ്കൃത ഭാഷയിലൊക്കെ പണ്ഡിതനായിരുന്നു റഹീം ഖാൻ. റഹീം സത്സൈ, ശൃംഗാർ സത്സൈ, രാസ് പഞ്ചാധ്യായി, റഹീം രത്നാവലി ആദി ഇൻകി രചനായി. ഈ പറഞ്ഞ രചനകളൊക്കെ അദ്ദേഹത്തിന്റെ പ്രമുഖമായിട്ടുള്ള രചനകളാണ്. ഏതൊക്കെയാണ്? റഹീം സത്സൈ, ശൃംഗാർ സത്സൈ, രാസ് പഞ്ചാധ്യായി, റഹീം രത്നാവലി, ആദി എന്ന് പറഞ്ഞാൽ മുതലായവ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ. അപ്പൊ ആ റഹീം ഖാന്റെ ഒരു ചെറിയ ദോഹയും കൂടി നമുക്ക് ഈ പാർട്ടിൽ പഠിക്കാണ്ട്. നോക്കൂ, റഹീം വേ നർ ധന്യ ഹേ പർ ഉപകാരി അങ്ക് ബാണ്ടൻ പാരെ കോ ലഗെ ജ്യോ മെഹന്തി കോ രംഗ്. എന്താ അവിടെ പറയുന്നത്? റഹീം വേ നർ ധന്യ. റഹീം ഖാൻ പറയുന്നു, ആ മനുഷ്യർ ധന്യരാണ്. മനുഷ്യരാണ് ധന്യർ? പർ ഉപകാരിയാണ്, പരോപകാരം ചെയ്യുന്ന മനുഷ്യർ, അതിൽ ഉൾപ്പെടുന്നവരൊക്കെ ധന്യരാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ആളുകളും അതിൽ ഉൾപ്പെടുന്ന എല്ലാ ആളുകളും ധന്യരാണ്. ബാണ്ടൻ പാരേക്കൊല്ലകെ എന്താണ് പറഞ്ഞത്? ബാണ്ടൻ എന്ന് പറഞ്ഞാൽ വീതിക്കുക. നമ്മളൊരു സാധനം വീതിച്ച് കൊടുക്കുമ്പോൾ ജോ മെഹന്തിക്കൊരെ, അതായത് മെഹന്തി മൈലാഞ്ചി അരച്ചിട്ട് അത് ആർക്കൊക്കെ അത് കൊടുക്കുന്നുണ്ടോ, അല്ലേ? മൈലാഞ്ചി അരക്കുന്നവന്റെ കയ്യിലും മൈലാഞ്ചിയാവും, അത് വീതിച്ച് കൊടുക്കുന്നവന്റെ കയ്യിലുമൊക്കെ. ആ മൈലാഞ്ചിയുടെ നിറം എല്ലാവരുടെ കയ്യിലും ആകുന്നത് പോലെ പരോപകാരം ചെയ്യുന്ന ആളുകളെല്ലാം അതിൻ്റെ ഗുണത്തിൽപ്പെട്ടവരാണ്, ഗുണമുള്ളവരാണ്, നല്ല മനുഷ്യരാണ് എന്നാണ് റഹീം ഖാൻ ഈ ദോഹയിലൂടെ പറയുന്നത്. ഈ ദോഹയിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഹം സദാസമയ ഹമേശ, സദാസമയം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ദൂസരക്കോ ബലായി കർണ ചെയ്യും, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു പരോപകാരം. നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ നമ്മൾ നല്ല രീതിയിൽ കാണാൻ നമ്മൾ ശ്രമിക്കണം, മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഈ ദോഹയിലൂടെ റഹീം ഖാൻ പറയുന്നത്. എന്താണ് ഒന്നും കൂടി പറഞ്ഞുതരാം? റഹീം വേ നർ ധന്യ ഹേ. റഹീം പറയുന്നു, ആ മനുഷ്യർ ധന്യരാണ്. പർ ഉപകാരിയാണ്, പരോപകാരത്തിൽ ഉൾപ്പെടുന്ന എല്ലാ മനുഷ്യരും ധന്യരാണ്. ബാണ്ടൻ പാരക്കൊല്ലകെ ജ്യോ മെഹന്തി കൊരെ. മൈലാഞ്ചി അരക്കുന്നവരും അത് കൊടുക്കുന്നവനും വീതിക്കപ്പെടുന്നവനും ഒക്കെ അതിൻ്റെ ആ രംഗ് നിറം അവരുടെ കൈകളിൽ ഉണ്ടാവും, അല്ലേ? അതുപോലെ ഉപകാരം കൊടുക്കുന്നവൻ, മറ്റുള്ളവരെ സഹായിക്കുന്നവൻ, എല്ലാവരും അതിൽ ഉൾപ്പെടുന്ന എല്ലാവരും ധന്യരാണ് എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരാണ് എന്നാണ് റഹീം ഖാൻ ഈ ദോഹയിലൂടെ പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പൊ ഇവിടെ ഈ ദോഹയുടെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ദോഹ നന്നായിട്ട് വായിക്കുക. ആദ്യം അവരുടെ പ്രൊഫൈൽ വായിക്കുക, കബീർദാസിന്റെ പ്രൊഫൈൽ വായിക്കുക, എന്നിട്ട് ദോഹ വായിക്കുക. അടുത്തത് റഹീം ഖാന്റെ ദോഹ വായിക്കുക.
എന്നിട്ട് ആദ്യം പ്രൊഫൈൽ വായിച്ചിട്ട് പിന്നീട് ദോഹ വായിക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലുള്ള മീനിങ്സ്, ഈ ദോഹയുടെ ഓരോ വാക്കുകളും നോട്ട്സത്തിലേക്ക് എഴുതിയിട്ട് അതിൻ്റെ അർത്ഥം എഴുതിയേക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ആശയം, 2 ദോഹയുടെ ആശയം എഴുതി തരും. അപ്പോൾ അതിന് മുന്നേ നന്നായിട്ട് വായിക്കും. ഓക്കെ.